ഹലോ വെൽക്കം ടു എസ് കിച്ചൺ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അയില വറ്റിച്ചതാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ 4 അയിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള അയിലയാണ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ വെന്തകം, അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. അടുത്തായിട്ട് ഒരു 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ചെറിയുള്ളി, ഒരു പിടി ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. അടുത്ത് കറിവേപ്പില നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വാടി വരണം. അടുത്തായിട്ട് നമുക്ക് തക്കാളി, ഒരു 2 തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നന്നായി വാടി വന്നതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. അത് നന്നായി നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഒരു 1/2 പിടി പുളി എടുത്താൽ മതിയാവും. ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അയില ഇട്ട് കൊടുക്കാം. കുറുകെ കട്ട് ചെയ്തതാണ്. അത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നന്നായി തിളച്ച് ചാറൊക്കെ കുറുകി നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അയില വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.